നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തായ്വാനിൽ അതിശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തി. കെട്ടിടങ്ങൾ തകർന്നു വീണു. ഒരാൾ കൊല്ലപ്പെട്ടു, 50 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. തായ്വാനിലെ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ മിയോകോജിമ, ഒക്കിനാവ ദ്വീപുകളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബറ്റാനസ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, കഹയൻ, ഇലോക്കോസ് നോർട്ടെ, ഇസബലെ എന്നീ പ്രവിശ്യകളിലുടനീളം തീരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഫിലിപ്പീൻസ് സുനാമി മുന്നറിയിപ്പ് നൽകി. ഉടൻ തന്നെ ആ പ്രദേശങ്ങൾ വിട്ടുപോകാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിന് മുന്നിലുള്ള തീരപ്രദേശങ്ങളിൽ ഉയർന്ന സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നാണ് നിർദ്ദേശം. തുറമുഖങ്ങളിലോ അഴിമുഖങ്ങളിലോ ആഴം കുറഞ്ഞ തീരദേശ ജലത്തിലോ ഉള്ള ബോട്ടുകളുടെ ഉടമകളോടും ബോട്ടുകൾ സുരക്ഷിതമാക്കി കടൽ തീരത്ത് നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ ഇതിനകം ഇറങ്ങിയ ബോട്ടുകൾ കൂടുതൽ നിർദ്ദേശം കിട്ടുന്നതുവരെ ആഴക്കടലിൽ തന്നെ തുടരണമെന്നും മുന്നറിയിപ്പ്. ജപ്പാനിലെ ഒകിനാവ ദ്വീപിലെ നഹ വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ വിമാനത്താവളങ്ങളും വഴിതിരിച്ചുവിട്ടതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. എല്ലാ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒഴിപ്പിച്ചതായി എയർപോർട്ട് വക്താവ് പറഞ്ഞു. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാനിലെ ഒകിനാവ, കഗോഷിമ മേഖലകളിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതായി ജപ്പാൻ എയർലൈൻസ് അറിയിച്ചു. സുനാമി മുന്നറിയിപ്പോടെ പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ട വിമാനങ്ങൾ തിരിച്ചയച്ചു. എന്തായാലും തായ്വാനിൽ വലിയ ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ്. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പുണ്ട്. കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് നോക്കുമ്പോൾ സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കവേ വിവിധ ജില്ലകളിൽ ആശ്വാസമായി മഴയെത്തി. പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നലെ മഴ കിട്ടി. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടായി. കടൽക്കൊള്ള പ്രതിഭാസം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കനത്ത ചൂടിൽ മഴയെത്തിയത് ആശ്വാസമായെങ്കിലും ചില ജില്ലകളിൽ ഇപ്പോഴും മഴ എത്തിയിട്ടില്ല. ഇന്നലെ 7 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.